Welcome to BSc Mechanics Part 23. ഇത് കൊളിഷനും വൈബ്രേഷൻസും കൂടാതെ ഉള്ള മെക്കാനിക്സിലെ പോസ്റ്റിങ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിനു മുമ്പ് എനിക്കിഷ്ടപ്പെട്ട വളരെയേറെ വ്യക്തികൾ, വളരെ ചുരുക്കം വ്യക്തികളുണ്ട് ലോകത്ത് ഉള്ള ആകമാനം ആൾക്കാർ. അത് രണ്ടുപേരുടെ കാര്യം ഇന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന് നെടുമുടി വേണു, രണ്ട് SK പൊറ്റക്കാട്. ഇത് പറയാൻ കാരണം നെടുമുടി വേണു മലയാളം മെയിനായിട്ട് എടുത്ത് ഡിഗ്രി പാസ്സായ ആൾ. അദ്ദേഹത്തിൻ്റെ ഗുണം നല്ല അഭിനേതാവാണ്. അദ്ദേഹത്തിന് അതിലുപരി മലയാള സാഹിത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഭ്രമം, കൂട്ടായ്മകളിൽ സുഹൃത്തുക്കൾ കൂടിയിരിക്കുമ്പോൾ കവിത ചൊല്ലാനും രസിക്കാനും രസിപ്പിക്കാനുമുള്ള കഴിവ്, താളത്തോടുള്ള അഭിനിവേശം, ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ വേറിട്ട് നിർത്തുന്നതും സിനിമാ രംഗത്ത് അദ്ദേഹത്തെ മുതൽക്കൂട്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൊള്ളു. SK പൊറ്റക്കാടിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം ലോകസഞ്ചാരത്തിൽ വളരെയേറെ താല്പര്യമുള്ള ഒരാളായിരുന്നു. അതിലുപരി ഇത്രയേറെ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയില്ലെന്നാണ് പറയുക. അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്ന അറിയില്ല. നെടുമുടി വേണുവിൻ്റെ കാര്യം അത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ കഴിവ് ഇൻബോണായിട്ടുണ്ട്. അതിൽ ഏതെന്ന് അവനവൻ കണ്ടെത്തി കഴിഞ്ഞാൽ വിജയം ഉറപ്പ്. കലാരംഗം ഒരു രാഷ്ട്ര സേവനം തന്നെയാണ്. കാരണം മനുഷ്യൻ്റെ ഭൗതിക പുരോഗതി മാത്രമല്ല ആവശ്യം, അവൻ്റെ മനസ്സിന് ആനന്ദം കൊടുക്കുന്നതാണ് കലാകാരന്മാർ. അപ്പോൾ അവരും രാഷ്ട്രശില്പികൾ തന്നെയാണ്. സാഹിത്യകാരന്മാരും കലാകാരന്മാരും എല്ലാം നമുക്ക് ആവശ്യമാണ്. എബവ് ഓൾ ഫിലോസഫേഴ്സ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ നല്ലൊരു ഫിലോസഫി സ്റ്റുഡൻ്റായിരുന്നു മരണം വരെ. അതാണ് അദ്ദേഹത്തിന് ഫിസിക്സിൽ ഇത്രയേറെ ഡീപ്പായിട്ട് പോകാൻ അദ്ദേഹത്തെ സഹായിച്ചത്. അതിരിക്കട്ടെ, നമുക്ക് ഇന്ന് കെപ്ലേഴ്സ് ലോസ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തൊട്ട് മുമ്പുള്ള പോസ്റ്റിങ്, ഞാൻ കഴിഞ്ഞ പോസ്റ്റിങ്ങിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഈ പോസ്റ്റിംഗ് ഇപ്പം തന്നെ എടുക്കാൻ കാരണം അതുകൊണ്ട് ഏതാണ്ട് നമ്മുടെ ആ പോസ്റ്റിങ്സ് തീരുക. ഇനിയും രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒക്കെ ചർച്ച ചെയ്യാനുണ്ട്. അത് ഉടനെ തുടങ്ങാൻ വേണ്ടിയാണ് ഈ പോസ്റ്റിംഗ് ഉടനെ ഇടുന്നു. കെപ്ലറുടെ ഫസ്റ്റ് ലോ നമുക്കറിയാം. എവരി പ്ലാനറ്റ് റിവോൾവ്സ് അറൗണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ അറ്റ് വൺ ഫോക്കസ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. സെക്കൻഡ് ലോ, ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതും നമ്മൾ പ്രൂവ് ചെയ്തു. മൂന്നാമത്തെ ലോ, സ്ക്വയർ ഓഫ് ദി പീരീഡ് ഓഫ് എ പ്ലാനറ്റ് around the sun is proportional to cube of the semi-major axis of its elliptical orbit. ഇത് ഇന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഈ മൂന്നാമത്തെ ലോ. മറ്റേ രണ്ട് നേരത്തെയുള്ള പോസ്റ്റിങ്ങിലുള്ള പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാം. ഈ കെപ്ലർ ഒബ്സർവേഷനിൽ കൂടെ ഉണ്ടാക്കിയ മൂന്ന് ലോസും അതിനൊരു മാത്തമാറ്റിക്കൽ പ്രൂഫും ഫൗണ്ടേഷനും ഉണ്ടാക്കി കൊടുത്തതാണ് ന്യൂട്ടൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് ഈ ന്യൂട്ടൻ്റെ തേർഡ് ലോയുടെ പ്രൂഫും അതുപോലെ കെപ്ലേഴ്സ് ലോസ് ഉപയോഗിച്ച് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ എത്തിച്ചേരുന്നതുമാണ് ഇന്ന് കാണേണ്ടത്. നമുക്കതൊന്ന് കാണാം. നേരത്തെയുള്ള പോസ്റ്റിങ്സ് കണ്ടവർക്ക് ഇത് എൻജോയ് ചെയ്ത് ഉൾക്കൊള്ളാനാവും. നമുക്കറിയാം, സൂര്യൻ ഒരു ഫോക്കസിൽ പ്ലാനറ്റ് അതിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റ് റിവോൾവ് ചെയ്തു. ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതിൻ്റെ സെമി മേജർ ആക്സിസ് ഇത്. അപ്പോൾ സെമി മേജർ ആക്സിസ് എ ഇത്രയും, ഇത് സെമി മൈനർ ആക്സിസ്. പീരീഡ് ഓഫ് റെവല്യൂഷൻ, സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം ഇത് കറങ്ങാനെടുക്കുന്ന സമയം T എന്ന് പറഞ്ഞാൽ, ഒരു റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ എലിപ്സ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏരിയ ഒരു എലിപ്സിൻ്റെ ഏരിയ. ഒരു സെക്കൻഡിൽ എത്ര ഏരിയ ഡിസ്ക്രൈബ് ചെയ്യുന്നു അതാ ഏരിയൽ വെലോസിറ്റി. അപ്പോൾ പീരീഡ് കാണാൻ ഒരു എലിപ്സിൻ്റെ ടോട്ടൽ ഏരിയയെ ഏരിയൽ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു സെക്കൻഡിൽ എത്ര ഏരിയ ഈ റേഡിയസ് വെക്ടർ ഡിസ്ക്രൈബ് ചെയ്യുന്നു അതാ ഏരിയൽ വെലോസിറ്റി. ഒരു സെക്കൻഡിൽ അത്രയും എങ്കിൽ ഒരു ഫുൾ റെവല്യൂഷൻ പൂർത്തിയാക്കുമ്പോൾ ആക്കാൻ വേണ്ട സമയം ടി ആണെങ്കിൽ ഫുൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയൽ വെലോസിറ്റി ഇൻറ്റു ദാറ്റ് പീരിയഡ് ടൈം, ഓർ ടി ഈക്വൽസ് ഫുൾ ഏരിയ ഓഫ് ദി എലിപ്സ് ബൈ ഏരിയൽ വെലോസിറ്റി. നമുക്കറിയാം എലിപ്സിൻ്റെ ഏരിയ പൈ എ ബി ആണ്. ബൈ ഏരിയൽ വെലോസിറ്റി നേരത്തെ ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ½ r²d⁻⁷ ഈ 2 അങ്ങ് അപ്സ്റ്റെയറിൽ പോകും, പോയിട്ട് 2πab ബൈ r²d⁻⁷. പക്ഷേ നമ്മൾ നേരത്തെ ഉള്ള പോസിങ്സിലൊക്കെ കണ്ടിട്ടുണ്ട് r²d⁻⁷ ഈക്വൽസ് h, എ കോൺസ്റ്റൻറ്റ്. സത്യത്തിൽ ആംഗുലാർ മൊമെൻറ്റം പെർ യൂണിറ്റ് മാസാണ്. ഇതൊക്കെ നമുക്ക് ഡിസ്കഷനകത്ത് ക്വസ്റ്റ്യൻസൊക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇതെല്ലാം വീണ്ടും വരും. ഇനി അങ്ങനെയെങ്കിൽ ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടി ഈക്വൽസ് 2πab ബൈ എച്ച്. എങ്കിൽ സ്ക്വയർ ഓഫ് ദി പീരീഡ് t² ഈക്വൽസ് 4π² a² b² ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സെമി ലാറ്റസ് റെക്ടം L ഈക്വൽസ് h²/μ, where mu is gm. G is the constant of gravitation and m is the mass of the sun. Further, ഇവിടുന്ന് അപ്പോൾ h² എന്ന് പറഞ്ഞാൽ mu ഇൻറ്റു എൽ. ഒരു എലിപ്സിന് b² ഈക്വൽസ് a ഇൻറ്റു എൽ എന്നൊരു റിലേഷനുണ്ട്. ഒരു എലിപ്സിനുള്ള റിലേഷൻ സെമി മൈനർ ആക്സിസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസ് ഇൻറ്റു സെമി ലാറ്റസ് റെക്ടം എൽ. ഇത് മാത്തമാറ്റിക്സിലെ ഒരു റിസൾട്ടാണ്. ഇതെടുത്ത് ഇതെല്ലാവരും അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ t² ഈക്വൽസ് 4π² a² ഇൻറ്റു b² വരെ എൽ ബൈ h² വരെ mu എൽ. L and L would go. Then you get t² equals 4π²/μ into a³. mu എന്ന് പറഞ്ഞാൽ gm ആണ്. സോ t² ഈക്വൽസ് 4π²/gm ഇൻറ്റു a³. gm കോൺസ്റ്റൻസാണ്. സണ്ണിൻ്റെ മാസ്സാക്കിയാൽ പറ്റില്ല. അപ്പോൾ എം അത് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നു. 4π²/gm, that is a constant. That means t² is proportional to a³. ഇതാണ് ന്യൂട്ടൻ്റെ കെപ്ലേഴ്സ് തേർഡ് ലോ. സ്ക്വയർ ഓഫ് ദി പീരിയഡ് ഓഫ് എ പ്ലാനറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. ദാറ്റ്സ് ഓൾ. മറ്റ് രണ്ട് പ്രൂഫുകൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഫ്രം കെപ്ലേഴ്സ് ലോ. നമുക്കറിയാം ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അനുസരിച്ച് എവറി പ്ലാനറ്റ് റിവോൾവ്സ് അറൗണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. എലിപ്സിൻ്റെ ജനറൽ ഇക്വേഷൻ ഇതാകുന്നില്ല, L/R. ഇത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. L/R ഈക്വൽസ് 1 + e cos θ, where e is the eccentricity. ഇവിടുന്ന് 1/r നമ്മൾ u എന്ന് എടുക്കുന്നത് ഈക്വൽസ് 1/L + e/L cos θ. ഇക്വേഷൻ നമ്പർ 1. ഇനി ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് പ്ലാനറ്റ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം. d²u/d⁻² plus u equals p/h²u². P is the acceleration of the planet. ഈ ഇക്വേഷൻ 1 എടുത്ത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് നമുക്ക് കിട്ടുന്നത്, അതിനുവേണ്ടി നമ്മൾ d²u/d⁻² കണ്ടുപിടിക്കണം. അപ്പോൾ du/d⁻ എന്ന് പറഞ്ഞാൽ -e/L sin θ. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/L കോൺസ്റ്റൻ്റ് ആണല്ലോ, cos θ ഡിഫറൻഷ്യൽ മൈനസ് sin θ. അപ്പോൾ du/d⁻ is -e/L sin θ. ഓർ d²u/d⁻² ഈക്വൽസ്, ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, -e/L ഇൻറ്റു cos θ. ഇതെടുത്ത ഇക്വേഷൻ മുമ്പത്തെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വിടുന്ന p²/h²u² ഈക്വൽസ് ഇവിടോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ p/h²u² equals d²u/d⁻² plus u now. That is, d²u/d⁻² is -e/L cos θ plus 1/L
പ്ലസ് യുവിൻ്റെ സ്ഥാനത്ത് 1/L പ്ലസ് C/L കോസ് തീറ്റ ഈക്വൽ 1. ഇത് രണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ P/h²u² ഈക്വൽസ് 1/L, ഫ്രം വിച്ച് ആക്സിലറേഷൻ ഓഫ് ദി പ്ലാനറ്റ് P ഈക്വൽസ് h²/L ഇൻറ്റു u² എന്ന് വരും അല്ലേ. ഇത് 1/L. ഇപ്പോൾ h²/L എന്ന് പറഞ്ഞാൽ മ്യൂവാ. ഇത് നേരത്തെ നമ്മുടെ പോസ്റ്റിങ്സിലൊക്കെ കണ്ടിട്ടുണ്ടോ, പ്രൂഫിലൊക്കെ. ഓർ ആക്സിലറേഷൻ ഓഫ് ദി പ്ലാനറ്റ് P ഈക്വൽസ് mu into u². u² is 1/r². That means എങ്കിൽ ഫോഴ്സ് ഓൺ ദി പ്ലാനറ്റ്, ഇത് പ്ലാനറ്റിൻ്റെ ആക്സിലറേഷൻ എങ്കിൽ പ്ലാനറ്റിലുള്ള ഫോഴ്സ് F ഈക്വൽസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ MA. അപ്പോൾ M ഇൻറ്റു ഇവിടെ ഈക്വൽ P എന്ന സിമ്പൽ M ഇൻറ്റു P, ദറ്റ് ഈസ് M ഇൻറ്റു mu/r². നമുക്കറിയാം mu ഈക്വൽസ് GM. Therefore ഫോഴ്സ് ഓൺ ദി പ്ലാനറ്റ് F ഈക്വൽസ് GM into m/r². ചുരുക്കത്തിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ബിറ്റ്വീൻ ദി സൺ ആൻഡ് പ്ലാനറ്റ് F ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ് G ഇൻറ്റു മാസ് ഓഫ് ദി സൺ ഇൻറ്റു മാസ് ഓഫ് ദി പ്ലാനറ്റ് ബൈ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെൻറ്റേഴ്സ്. ഇതാണല്ലോ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ നമ്മൾ കെപ്ലറുടെ ലോസ് 3 ഡിറൈവ് ചെയ്തു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എല്ലാം കണ്ടു. ഇനി ഇതിൽ നിന്നും രസകരമായിട്ടുള്ള പല പ്രോബ്ലംസ്, ചില കോൺസെപ്റ്റുകൾ ഒക്കെ ചർച്ച ചെയ്യാനുണ്ട്. വി വിൽ സീ ഇൻ കമ്മിങ് പോസ്റ്റിങ്സ്. ഏർലിയർ പോസ്റ്റിങ്സ് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട്, നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ചെയ്യാം. താങ്ക് യു.